ഒക്കെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എൻ്റെ ഏകദേശം റെഡിയായി കഴിഞ്ഞതാണ്. ഇനി ചെറുതായിട്ടൊരു ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡിയായിട്ട് കഴിഞ്ഞിട്ട് വേണം കുട്ടികളെയും റെഡിയാക്കാനായിട്ട്. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്, എന്തൊക്കെയോ കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലല്ലേ പുറത്ത് കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. തോമാസിൻ്റെ അടുത്ത് ടാറ്റ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ വേഗം ചാടി എണീറ്റ് കുറേ പ്ലിങ്കിസും എല്ലാം തന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അവനെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ചേച്ചി അവളെ റെഡിയാക്കി കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ സുന്ദരി കുട്ടിയായിട്ട് തനിമകൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റെഡിയായി പുറത്തിറങ്ങി. ഈ ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന മാള്. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയൊന്നും എടുത്തില്ല കേട്ടോ. എല്ലാവരും കൂടി ചെറിയൊരു ഈവനിങ് വോക്കിന് ഇറങ്ങിയേക്കാണ്. മാളിൻ്റെ എൻട്രൻസ് എത്തി. സാധാരണ തോമാച്ചൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ സ്ട്രോളറിൽ നിന്ന് ചാടി ഇറങ്ങാറുണ്ട്. പിന്നെ അവനിപ്പോൾ വലുതായതുകൊണ്ട് ഞങ്ങൾ ഈ സ്ട്രോളർ എടുത്തത് ശരിക്കും തനുമോൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ സ്ട്രോളർ കണ്ടതും അവനാണ് ചാടി കയറിയിരുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് പണിയായി. ചേച്ചി ഇപ്പോൾ അവളെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ആദ്യം അവൻ സ്ട്രോളറിൽ നിന്ന് ഇറങ്ങാൻ മടി കാണിച്ചെങ്കിലും പിന്നെ അവന് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ തനു ചാടി സ്ട്രോളറിൽ കയറിയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് പണി എളുപ്പമായി. അവൻ അവൻ്റെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്ത് ഓടിച്ചാടി തിമിർത്ത് നടക്കുന്നുണ്ട്. അവൻ ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും അതിൻ്റെ പേരുകളൊക്കെ അവൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞ് അവനിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അങ്ങനെ തോമാച്ചൻ്റെ സ്ഥിരം സ്ഥലമെത്തി. അവനത് കണ്ടതും എന്നെ കാണിച്ചു തരാണ്. മമ്മ എന്തൊക്കെയോ അവൻ്റെ ഭാഷയിൽ അവൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ അവൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അവൻ്റെ കാർട്ടൂണിലൊക്കെ കാണുന്ന രീതിയിലുള്ള എന്തൊക്കെയോ അനിമൽസിനെ അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അതൊക്കെ പറയുന്നുമുണ്ട് അവൻ്റെ ഭാഷയിൽ. തനുവും തോമാച്ചനും കൂടി ഇതേ ഇപ്പോൾ ഒരു കാറിൽ കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഡ്രൈവർ. അവൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പോകുന്നുണ്ട്. ആ മ്യൂസിക്കിനൊക്കെ എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് അവളും ഇരിക്കുന്നുണ്ട്. കുറേ നടന്ന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ബെഞ്ച് കണ്ടപ്പോൾ അവിടെ ഇരുന്നു. ചേച്ചി പിള്ളേരെ കൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടായും കൂടി അവിടെ അങ്ങനെ ഇരുന്നു. തോമാച്ചനോട് തിരിച്ചു പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ സമ്മതിക്കുന്നില്ല. അവിടെ കിടന്ന് നല്ല ഉരുളലൊക്കെ ആയിരുന്നു. പിന്നെ വാശി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ചേച്ചിയോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടായും കൂടി ഇപ്പോൾ നടക്കുന്നത് മാക്ഡൊണാൾഡ്സിൻ്റെ കൗണ്ടറിലോട്ടാണ്. എന്തിനാണെന്നില്ലേ, അവിടെ നമുക്ക് 2 ദിർഹംസിനുള്ള ഐസ്ക്രീം കിട്ടും. അത് കാണിച്ച് അവനെ പറ്റിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. കൗണ്ടറിലെത്തിയതും ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. ചേട്ടാ ഇതേ 3 ഐസ്ക്രീം കൊണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ തനുവിനെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ ഐസ്ക്രീം വാങ്ങിച്ചു തോമാച്ചൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ തോമാച്ചനും ചേച്ചിയും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചിരി കണ്ടറിയാം ഞങ്ങളുടെ ഈ ഐസ്ക്രീം പറ്റിക്കലിൽ അവൻ വീണിട്ട് ഇരിക്കുക. അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഞാൻ തോമാച്ചന് കൊടുത്തു. അവന് തീരെ ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഐസ്ക്രീം ഞാൻ ചേച്ചിയുടെ കയ്യിലോട്ടും കൊടുത്തു. ഞാൻ എന്നിട്ട് തോമാച്ചനെ ഒറ്റക്കൈക്ക് പൊക്കിയെടുത്ത് സ്ട്രോളറിലോട്ട് വെച്ചു. അവന് തീരെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഐസ്ക്രീം കഴിക്കണ്ടേ. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോമാച്ചന് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് നമുക്ക് വാശിയൊന്നും ഇല്ലാതെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. ചേട്ടായാണെങ്കിൽ ഐസ്ക്രീം പകുതി കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ ഒരാൾ ഐസ്ക്രീം നല്ല കഴിക്കലാണ്. ഞങ്ങൾ തോമാച്ചനെ മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൾ ഏകദേശം ഐസ്ക്രീം പകുതിയോളം കഴിച്ചെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അവളിതേ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് അവൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നത്. എനിക്ക് മുന്നേ അങ്ങനെ കൊടുത്തിട്ടില്ല.
ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാനും ചേച്ചിയും കൂടിയും ഓരോ കടയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മളുടെ ക്രൂഷ്യൽ സ്റ്റേജ്. ഇവിടെ എത്തിയപ്പോഴേ തോമാച്ചന് ഏകദേശം കാര്യം പിടികിട്ടി, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയെന്നുള്ളത്. അവൻ്റെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എനിവേ കരയാതെ എത്തിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ലിഫ്റ്റ് കയറി വീട്ടിലെത്തിയാൽ മതി. നല്ല കരച്ചിലായിട്ടോ. നോക്ക്, അവൻ കിടന്ന് പൊളഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തോമസ് വീഡിയോ ചെറിയ ഇടച്ചിലായിരുന്നു, കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു. തന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു